മൊബൈൽ ഫോൺ രംഗത്തെ വൻകിട കമ്പനികളിൽ ഒന്നായിരുന്നു മൈക്രോമാക്സ്. എന്നാൽ കമ്പനി തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 1200 കോടിയിലധികം വിറ്റുവരവ് നടത്തിയിരുന്ന കമ്പനി വെറും 5 വർഷം കൊണ്ടാണ് തകർന്നടിഞ്ഞത്. അതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മൈക്രോമാക്സ് ഉടമയും നായികയായ അസിന്റെ ഭർത്താവുമായ രാഹുൽ ശർമ്മ. മൈക്രോമാക്സ് സഹസ്ഥാപകനായിരുന്നു രാഹുൽ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര ബ്രാൻഡുകളെ വരെ ഏറ്റെടുക്കുകയും ചെയ്തെങ്കിലും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കമ്പനി കൂപ്പുകുത്തുകയായിരുന്നു. ഇന്ത്യൻ വിപണിയിലേക്ക് ചൈനീസ് ബ്രാൻഡുകൾ ഉയർന്നു വന്നതായിരുന്നു മൈക്രോമാക്സിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് രാഹുൽ പറയുന്നു. മൈക്രോമാക്സ് ലോകത്തിലെ ഏറ്റവും വലിയ 10 മൊബൈൽ ഫോൺ കമ്പനികളിൽ ഒന്നായിരുന്നു. നോക്കിയ, സാംസങ് തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള മത്സരത്തെ ഇന്ത്യയിൽ വിജയകരമായി അതിജീവിച്ചു. 1200 കോടി മുതൽ 1500 കോടി രൂപ വരെ വിറ്റുവരവ് നേടാനും സാധിച്ചു. എന്നാൽ താമസിയാതെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബൗൺസറുകൾക്ക് പിന്നാലെ ബൗൺസറുകൾ, പിന്നെ ഫുൾ ടോസിൽ ക്ലീൻ ബൗൾസ് എന്നാണ് തകർച്ചയെ രാഹുൽ വിശേഷിപ്പിക്കുന്നത്.